നിമിഷപ്രിയയുടെ മോചനത്തെക്കുറിച്ച് ഇനിയും ആശങ്കകൾ അവശേഷിക്കുകയാണ്. അതായത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം എടുക്കുന്ന നിലപാടാണ് ഇനി നിർണായകമാകുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഒരു കടുത്ത നിലപാട് തുടരുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. ദിയാദന പണം കൊടുത്ത് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ചർച്ച വഴിമാറി എന്നതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഇതാണ് വ്യക്തമാക്കുന്നത്. ദയാധനം സ്വീകരിക്കില്ലെന്നും ഈ ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടൂ എന്നുമാണ് ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ പറയുന്നത്. അപ്പോൾ ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് അത് ഏറെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് ആ കുടുംബം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം മുഴുവൻ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്ന ചില ആൾക്കാരുണ്ട്. സുന്നി ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി കാന്തപുര AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്വേഷ പ്രചാരണം ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയെന്നാണ്. എങ്ങനെയാണ് ഇത് തടസ്സമുണ്ടാക്കിയതെന്നും കൂടെ ഒന്ന് അറിയണം. അതായത് നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ യമനിലുള്ള ഒരു സൂഫി പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ എന്ന് പറയുന്ന ഒരു സൂഫി ഗുരുവാണ്. സുന്നി ഗുരു പോലും അല്ല, സൂഫി ഗുരുവാണ്. അതായത് ഇന്ത്യൻ കൾച്ചറുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകൾ യമനിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അത് പ്രചരിച്ചതോടുകൂടി തന്നെ അദ്ദേഹത്തെ അവഹേളിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് വാദിക്കുന്നത് എന്നുള്ള ചോദ്യം അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.